ഹായ് ഹലോ. ആദ്യം തന്നെ പറയാം, കുട്ടികളൊന്നും കാണാതിരിക്കുക. മറ്റുള്ളവർ കാണുമ്പോൾ കുട്ടികളെടുത്തുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കെയർഫുൾ ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കാണുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം കൂടെ പറയാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അവസാനം വരെ കണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക. ലൈക്കും കമൻറ്റും ഒക്കെ തരിക. നമ്മുടെ ഇന്നത്തെ വീഡിയോ കാണാം. ഇന്നത്തെ ഒരു വിഷയം ഞാൻ പറയാം. ആദ്യം നമുക്ക് ആ ഒരു വീഡിയോ കാണാം. എന്നിട്ട് വീഡിയോ കണ്ടിട്ട് അതിനെപ്പറ്റി നമുക്ക് മുന്നോട്ട് സംസാരിക്കാം. ഓക്കെ, പോയാലോ? പുത്തൂരം വീട്ടിൽ ജനിച്ചൊരെല്ലാം പൂപോലഴകുള്ളോരായിരുന്നു. അണുങ്ങളായി വളർന്നൊരെല്ലാം അംഗം ജയിച്ചവരായിരുന്നു. ഇതുപോലുള്ള ഉണ്ണിയാർച്ചയുടെ അംഗം ജയിക്കാൻ വേണ്ടി കുറേ ആണുങ്ങൾ കഷ്ടപ്പെടും. കാശികൾ മൊത്തം പോക്കറ്റ് കാലിയാവുന്നത് അറിയത്തില്ല. ഇപ്പോൾ ഇതുപോലെയുള്ള കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. ഇതുപോലുള്ള കുറേ എണ്ണം. അത് നമുക്ക് എന്താ പറയുക, വീട്ടമ്മമാരാണ് ഇപ്പോൾ മെയിനായിട്ട് ഈ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്നത്. വീട്ടമ്മമാരെന്ന് പറയുമ്പോൾ കുടുംബം നല്ല രീതിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന, വളരെ സന്തോഷമായിട്ടും വളരെ കുനീതത്വമായിട്ടും മക്കളുടെയും ഹസ്ബൻഡിൻ്റെയും ഒക്കെ കാര്യങ്ങൾ നോക്കി വളരെ നല്ല രീതിക്ക് പൊയ്ക്കൊണ്ടിരുന്ന കുടുംബത്തിൽ നിന്നും വീട്ടമ്മമാർ ഇന്നിപ്പോൾ ഈ രംഗത്തേക്ക് മാറിയിരിക്കുന്നു. കാരണമൊക്കെ, ഇതെല്ലാത്തിനും കാരണം എന്താണ്? കാശ്. ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ അപരാധത്തിന് വേണ്ടി മാത്രമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇപ്പോൾ ഇതാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ നടക്കുന്ന ഏക കാര്യം. നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നവരും നല്ല രീതിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഇൻസ്റ്റഗ്രാം ആയാലും യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും നല്ല രീതിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരും ഒക്കെ ഉള്ള, അതിനിടയിൽ പായസത്തിൽ ഒരു നുള്ള് വിഷം വീണാലും അത് പോയി എന്ന് പറഞ്ഞതുപോലെ ഇൻസ്റ്റഗ്രാമിൽ ഇപ്പം നല്ല നല്ല രീതിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതുപോലെയുള്ള കുറേ നരമ്പ് രോഗികൾ, കുറേ എണ്ണം ഇതുപോലെ ഇറങ്ങിയിരിക്കുന്ന അപരാധങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഇൻസ്റ്റഗ്രാമിൻ്റെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. ഇനി ഇൻസ്റ്റഗ്രാം എന്ന് മാറ്റി അപരാധം ഒന്ന് ആക്കേണ്ടി വരും. ആ രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഈ കണ്ട വീഡിയോ തന്നെ, ഈ ഇപ്പോൾ കണ്ട വീഡിയോയിൽ കാണുന്ന ആൾ തന്നെ ആദ്യം എങ്ങനെ ആയിരുന്നു എന്നുള്ളതൊന്ന് കണ്ടാലോ? കാണാം. ആദ്യം ആ ഒരു മാറ്റം, എത്രത്തോളം ചേഞ്ചസ് വരുത്തി നല്ല രീതിക്ക് ചെയ്തു നിന്ന ആൾ പെട്ടെന്ന് ഈ ഒരു ചേഞ്ചസിലേക്ക് മാറിയത് എങ്ങനെയെന്നും അതിനുള്ള കാരണം എന്തെന്നും നമുക്ക് നോക്കാം. പോകാം. കണ്ടില്ലേ? ആദ്യത്തെ ആ ഫോട്ടോ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. വളരെ വളരെ നോർമലായിട്ട് ഒരു വീട്ടമ്മ എങ്ങനെയാണോ ജീവിച്ചിരുന്നത് അതേ രീതിയിലുള്ള ആ ഫോട്ടോസ് കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. കല്യാണമൊക്കെ കഴിഞ്ഞ് മുകളിൽ സിന്ദൂരമൊക്കെ ചേർത്തി ചന്ദനമൊക്കെ തൊട്ട് വളരെ ഭയഭക്തി ബഹുമാനത്തോടു കൂടി കഴിയുന്ന ഒരു കുടുംബിനി. അതായിരുന്നു. അവിടെ നിന്നുള്ള ചേഞ്ചസ്, ഓരോ ഫോട്ടോയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അവിടെ നിന്നുള്ള ചേഞ്ചസ് കുറച്ച് മോഡലായി തുടങ്ങിയിരിക്കുന്നു, കുറച്ചുകൂടി മോഡലായി മാറിയിരിക്കുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഡ്രസ്സിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്നു, പിന്നെ കാണിക്കുന്നതൊക്കെ വെറും അപരാധത്തരമായി മാറിയിരിക്കുന്നു. അപ്പോൾ ഒരു വീട്ടമ്മയായിരുന്ന സ്ത്രീ, വളരെ കുനീതത്തോടുകൂടി നല്ല രീതിക്ക് ജീവിച്ചു കൊണ്ടിരുന്നൊരു സ്ത്രീ മാറാൻ എത്ര സമയമെടുത്തു? കുറച്ച് സമയങ്ങൾ കൊണ്ട് തന്നെ വളരെ രൂപത്തിലങ്ങ് മാറിക്കഴിഞ്ഞു ആൾ. ആ ആൾ മാറിയത് എങ്ങോട്ടാ? നല്ല രീതിക്കൊരു മാറ്റമല്ല മാറിയിരിക്കുന്നത്. സമൂഹത്തിനെയും നാട്ടിലെ കുട്ടികളെയും മറ്റുള്ളവരുടെയും ഒക്കെ സ്വകാര്യ ജീവിതത്തെ
തല്ലി തകർക്കുന്ന രൂപത്തിൽ, സമൂഹത്തിനെ തന്നെ നാശത്തിലേക്ക് നയിക്കുന്ന രൂപത്തിൽ, വളർന്നു വരുന്ന കുട്ടികളെ തന്നെ നാശത്തിലേക്ക് നയിക്കുന്ന രൂപത്തിൽ, ഞാൻ മുന്നേ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യം, ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യം, അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ഒരു കുട്ടികൾ പോലുമില്ല ഇപ്പോൾ. നമ്മുടെ നാട്ടിൽ അച്ഛൻ, അമ്മ എല്ലാവരുടെയും ഫോണ് വീട്ടിലുള്ള സമയത്ത്, അച്ഛനും അമ്മയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഫോണ് അതാ സമയങ്ങളിൽ ഉപയോഗിക്കുന്നത് മക്കളായിരിക്കും. ഒരുപക്ഷെ മക്കൾക്ക് ഫോൺ ഇല്ലെങ്കിൽ അച്ഛൻ്റെയും അമ്മയുടെയും ഫോൺ എടുത്ത് വെച്ച് കളിക്കുന്നത് ആരായിരിക്കും? മക്കളായിരിക്കും. ഓൺലൈൻ ക്ലാസ് എന്നും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം, അല്ലെങ്കിൽ കുട്ടികളെ വിളിക്കാനെന്നും കൂട്ടുകാരെ വിളിക്കാനെന്നും ഒക്കെ പറഞ്ഞ് ഫോൺ വാങ്ങുന്ന മക്കൾ ഒരു കോൾ വിളിക്കുകയോ അല്ലെങ്കിൽ അതിന് ശേഷം പോകുന്ന നേരെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, മറ്റുള്ള പ്ലാറ്റ്ഫോമിലേക്കായിരിക്കും. അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ അത് നോക്കാൻ സമയം കണ്ടെന്ന് വരില്ല. ഫോൺ കൊടുത്തിട്ട് അവരവരെ ജോലിയിലിരിക്കും. ഈ പിള്ളേർ പോകുന്നതൊക്കെ ഇതുപോലുള്ള വീഡിയോകളിലും ഇതുപോലുള്ള രംഗങ്ങളും കാണുവാനായിരിക്കും. ആ പോകുന്ന പോക്ക്, ആ പിള്ളേരുടെ ഭാവി, ആ മക്കളുടെ ഭാവി എങ്ങോട്ടാണ് പോകുന്നതെന്ന് പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലായി. ഒരുപാട് സ്ത്രീകൾ ഇതുപോലെ പല എണ്ണം, ഞാൻ നോക്കിയോ, ഇതുപോലുള്ളതിനെല്ലാം ഇതുപോലെ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചത്, ഇതിന് മുന്നേ കാണിച്ചതൊക്കെ അങ്ങനെ കണ്ടതാണ്. വെറും അപരാധിത്തരം എന്ന് പറഞ്ഞാൽ വെറും അപരാധിത്തരം, തുണിയഴിച്ചാട്ടമാണ് നടക്കുന്നത്. സബ്സ്ക്രിപ്ഷൻ എന്നുള്ള പേരിൽ കാശും വാങ്ങിയിട്ട് സ്വന്തം ഭർത്താവ് കാണേണ്ട ശരീരം മറ്റുള്ളവരെ തുറന്ന് കാണിച്ച്, ശീല മാറ്റിക്കാണിച്ച് കാശുകൾ ഉണ്ടാക്കുന്ന വെറും അപരാധിത്തരം, അങ്ങനെ തന്നെ പറയണം. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലായാലും പല സോഷ്യൽ മീഡിയയിലും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. ഇൻസ്റ്റാഗ്രാമുകാർ ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചിരിക്കുന്ന തുണി അഴിച്ച് കാണിക്കാനെന്നുള്ളതാണെന്ന് അവിടെ എങ്ങും പറഞ്ഞിട്ടില്ല. അതിപ്പോൾ ഇങ്ങനെ കുറച്ച് പേര് മാറ്റി തീർത്തിരിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് തുണി അഴിച്ച് കാണിക്കാനാണ് എന്നുള്ളതാക്കി തീർത്തിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിക്ക് സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ചാനലുകളുണ്ട്, ഒരുപാടുണ്ട്. അവരും ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർ ചിന്തിക്കുന്ന ആ രൂപത്തിലോട്ടാണ്. നല്ല രീതിക്ക് ചെയ്യുന്നവരെയും കാണുന്നത് മറ്റൊരു കണ്ണിലായിരിക്കും. ഈ ഒരൊറ്റ കാരണം കൊണ്ട് ഇതൊക്കെ കാശ് കൊടുത്ത് കാണുവാനും സബ്സ്ക്രിപ്ഷൻ നടത്തി ചെയ്യാനും ഇത് കാണാൻ വേണ്ടി കാശ് കൊടുത്ത് പോകാനും അങ്ങനെ കുറേ പേരുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ പോലുള്ള നരമ്പ് രോഗികളും ഇവരെ പോലെ കാശിന് ആക്രാന്തി പിടിച്ച് ഈ അപരാധത്തിന് ഇറങ്ങുന്നവരും എണ്ണം ഓരോ ദിവസവും വീട്ടമ്മമാർ സഹിതം കൂടി വരുന്നത്. ഇതിന് സപ്പോർട്ട് കൊടുക്കുന്നത് കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർ തന്നെയാണ്. നോക്കാം, ബാക്കി വീഡിയോകൾ കൊണ്ടൊന്ന് കണ്ടു നോക്കിയിട്ട് ബാക്കി സംസാരിക്കാം. തുടക്കങ്ങൾ ഇങ്ങനെയായിരുന്നു. അതായത് ലുങ്കിയും ഹാഫ് ബ്ലൗസും പിന്നെ ഒരു തോറത്തും ഒക്കെ ഇട്ട് തുടക്കങ്ങൾ ഇങ്ങനെയായിരുന്നു. കണ്ടു നോക്കൂ. ഈ തുടക്കത്തിൽ നിന്നാണ്, ഈ രീതിക്കുള്ള തുടക്കത്തിൽ നിന്നും പിന്നെ പോയത് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറത്തേക്കാണ്. ഈ രീതിക്ക്, ചെറിയ രീതിക്ക് കാണിച്ചു തുടങ്ങിയ ആള് പിന്നെ പോകുന്ന ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറം ആർക്കും അറപ്പോട് മാത്രം കാണാൻ പറ്റുന്ന ഭാഗത്തേക്ക്, കുട്ടികൾക്ക് കാണാൻ പറ്റാത്ത ഭാഗത്തേക്ക്, ഒരു പബ്ലിക് പ്ലേസിൽ ഇരുന്ന വീഡിയോ ഒരു ഫേസ്ബുക്കോ വാട്സപ്പോ അല്ലെങ്കിൽ യൂട്യൂബോ ഇൻസ്റ്റഗ്രാമോ ഒന്നും തുറക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്ക് മാറി. ആ രീതിയിലുള്ള ഒന്ന് രണ്ട് വീഡിയോ കൂടി കാണാം, നമുക്ക് കണ്ടിട്ട് ബാക്കി പറയാം. ആണാണെന്ന് കാണിക്ക് നീ. ഷണ്ടനും കുണ്ടനും ഒന്നും അല്ലെങ്കിൽ ഈ മുൻവാതിൽ തുറന്നു കിടക്കും നിനക്കായിട്ട്. ഇത് ആൻസിയുടെ വാക്കാ. കണ്ടില്ലേ, തുടക്കം ഇങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പോൾ പോകുന്ന രീതി ഇതിനും അപ്പുറം. കണ്ടില്ലേ, ഈ വീഡിയോകൾ കണ്ടില്ലേ,
ഇതേപോലെ ഇതൊക്കെ സാമ്പിളാണ് കേട്ടോ, ഇതൊക്കെ സാമ്പിൾ. ഇതിനും മുകളിലോട്ട് ചെയ്തു വയ്ക്കുന്നത് കുളിസീനായാലും ശരി, പല രീതിക്കായാലും ശരി, കുളിക്കുന്നത് വരെ പബ്ലിക്കായിട്ട് കാണിച്ച് കാശുണ്ടാക്കുന്നു. ഈ പറയുന്ന ഇവളൊക്കെ ഇതുപോലെയുള്ള ചെയ്യുന്ന സ്ത്രീകളെയാണ് ഞാൻ പറയുന്നത്. ഇതുപോലുള്ള ചെയ്യുന്നവരെ മാത്രം, മറ്റുള്ളവരെയൊന്നും ഞാനിതൊന്നും പറയുന്നില്ല. ഇവരൊക്കെ ഇന്ന് ഇതുപോലെ തുണി അഴിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നാളെ സ്വന്തം കിടപ്പറ രംഗങ്ങൾ കൂടി പുറത്തു വിടും. കാരണം അതിനും പ്രശ്നമില്ല. ആരൊക്കെ പ്രശ്നമില്ല? കെട്ടിയവനെന്ന് പറയുന്ന ഒരുത്തവരുണ്ടല്ലോ, ഒരു കഴുത, ഇവർക്കൊക്കെ ഒരിടത്തം ഉണ്ടായിരിക്കുമല്ലോ, അവന് പ്രശ്നമില്ല. കാരണം ഈ കാശ് വാങ്ങിച്ച് തിന്നും കുടിച്ചും ജീവിക്കുന്നവനായിരിക്കുമല്ലോ അവൻ. ചിലപ്പോൾ അവൻ ജോലിക്ക് പോലും പോകുന്നില്ലായിരിക്കാം. കാര്യം നല്ല വരുമാനം ഭാര്യ ഉണ്ടാക്കി കൊടുക്കുകയല്ലേ, പിന്നെ എന്തിനാ അവനൊരു ജോലി? ഈ കാശും വാങ്ങിച്ച് തിന്നും കുടിച്ച് അവന് വീട്ടിൽ ഇരുന്നാൽ പോരെ? സപ്പോർട്ട് ചെയ്ത്, ഭാര്യയെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ പോരെ? കണ്ണടച്ചങ്ങ് ഇരുന്നാൽ പോരെ? കോടികളും ലക്ഷങ്ങളും വന്ന് മറിയൂലേ? പോയി ചത്തുവിടടാ നിനക്കൊക്കെ. ഇങ്ങനെ ഉള്ളവൻ്റെയൊക്കെ പെണ്ണുങ്ങളെയൊക്കെ സപ്പോർട്ടും ചെയ്ത് അവളെയൊക്കെ താളത്തിനൊത്ത് തുള്ളി അവളെ ശരീരം വിറ്റ് കാശ് വാങ്ങി തിന്ന് കൊഴുത്ത് ഇരിക്കുന്ന നിന്നെ പോലുള്ള കെട്ടിയോന്മാരുണ്ടല്ലോ, വല്ല മുള്ളുമുരുക്കിലാണം കയറി അങ്ങ് നിരങ്ങണം. നീയൊക്കെ തന്നെയാണ് ശാപം. നിൻ്റെയൊക്കെ മക്കളെ ഭാവി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിൻ്റെയൊക്കെ മക്കളെ ഭാവി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിൻ്റെയൊക്കെ മക്കളെ ഭാവിയുടെ കേസ് വിട്. നീയൊക്കെ ഉണ്ടാക്കി നീയൊക്കെ നശിപ്പിക്കുന്നു. മറ്റുള്ളവരെ മക്കൾ എന്ത് ഭരിച്ചു? നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിടുമ്പോൾ ആരെല്ലാം നോക്കുന്നതാണ് സോഷ്യൽ മീഡിയ? മറ്റുള്ളവരെന്ത് ഭരിച്ചു? അവരെ എന്തിനു നശിപ്പിക്കണം? നിങ്ങളെ മക്കൾക്ക് ശാപം, മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി നിങ്ങളത് കരാറെടുത്തിരിക്കുകയാണോ? കാരണം നായിൻ്റെ ജീവിതങ്ങളായിപ്പോയി ഇതെന്തായാലും, പറഞ്ഞിട്ട് കാര്യമില്ല. തെരുവ് നായ്ക്കകൾക്ക് ഇതിലും എന്താ പറയുക, അവരത് ഇതിലും നല്ല വിലയുണ്ടെന്ന് പറയാം നായ്ക്കൾക്ക്. അതുക്കും മേലെയാണ് നിങ്ങൾ അഴിഞ്ഞാട്ടം. മച്ചനെ വായൻ മച്ചനെ വാ, അച്ചരം തായൻ അച്ചരം താ, എന്തൊക്കെയാ കാണേണ്ടത് എൻ്റെ ഭഗവാനെ. പടച്ചോനെ നീയേ തുണ എന്ന് പറയാനേ നിവർത്തിയുള്ളൂ. ഇതുപോലുള്ള വലയങ്ങളിലൊന്നും ചാടിക്കല്ലേ ജനങ്ങളെ. സബ്സ്ക്രിപ്ഷൻ എന്ന പേരും പറഞ്ഞ് കാണിച്ചു കൂട്ടുന്ന കുറേ കാലങ്ങൾ, കുറേ രൂപങ്ങൾ, കുറേയേറെ അപരാധങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരുപാട് നടക്കുന്നുണ്ട്. എത്രയൊക്കെ എന്തൊക്കെ കാണിച്ചാലും ശരി, ഈ ശരീരം വിറ്റ് തിന്നുന്നത്, ആ കാശ് കൊടുത്ത് നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങളുടെ നാശത്തിലേക്കെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി നമുക്ക് ഇവരുടെ അക്കൗണ്ട് ഒന്ന് പരിശോധിക്കാം. അക്കൗണ്ടിൽ എന്തൊക്കെ തരത്തിലുള്ള വീഡിയോസാണ് കൊടുത്തിരിക്കുന്നതെന്ന് കാണാം. സബ്സ്ക്രിപ്ഷനകത്ത് കയറുമ്പോൾ അവിടെ എങ്ങനത്തെ വീഡിയോസാണ് കൊടുത്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതെനിക്ക് ഓപ്പൺ ചെയ്ത് കാണാൻ കഴിയില്ല, കാരണം ഞാൻ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടില്ല. എനിക്കതിൻ്റെ ആവശ്യവുമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ചെയ്തിട്ടുള്ളവർക്ക് കാണുന്നുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ കാണാത്തവർക്ക് ഞാനത് ഓപ്പൺ ചെയ്ത് ചെറിയ രീതിക്കുള്ളത് കാണിച്ചു തരാം. എന്തായാലും അതൊന്ന് കാണാം. നോക്ക്, ഏതെല്ലാം രീതിയിലുള്ള വീഡിയോസ്, ഒരുപാട് വീഡിയോസ്, പല രീതിയിൽ. തുണി ഇല്ലാത്തത് അങ്ങ് പോണ്ട, അത്ര ഇതായിട്ട് അവർ കൊടുത്തിട്ടില്ല. അതൊക്കെ നമ്മൾ കാശ് കൊടുത്ത് കയറി കണ്ടോണം. ചുമ്മാ ഇരുന്നാൽ മതി. പല രീതിക്കുള്ള പോസുകളും പല രീതിയിലുള്ള ആക്ഷൻസും കാര്യങ്ങളുമായിട്ട് വെറൈറ്റി കണ്ടൻറ്റുകളായിട്ട് കുറേയേറെ വീഡിയോസ്. ഇതേ രീതിയിലുള്ള നമ്മളെ കുട്ടികളൊക്കെ ഓപ്പൺ ചെയ്ത് തന്നെ ഫസ്റ്റിൽ കാണുന്നത്. എന്ത് വിശ്വാസത്തിലാണ് കുട്ടികളെ ഫോൺ കൊടുക്കുന്നത്? കണ്ടില്ലേ? നേരെ ഇനി അടുത്ത നമ്മൾ സബ്സ്ക്രിപ്ഷനിലോട്ട് പോയി നോക്കുകയാണ്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ വീഡിയോസുകൾ കാണുന്നില്ലേ? ഈ വീഡിയോസുകൾ
എത്രത്തോളം തുണിയില്ലാത്ത അപരാധത്തെ കാണിച്ചാണ് വീഡിയോസ് ഇട്ടിരിക്കുന്നത് കണ്ടല്ലോ. അത് നേരെ ഓപ്പൺ ചെയ്ത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാശ് കൊടുത്ത് കയറിയാലേ കാണാൻ പറ്റൂ, അല്ലാതെ കാണാൻ പറ്റില്ല. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കാണണം എന്നുള്ളവരൊക്കെ കാണുന്നുണ്ടായിരിക്കും, കാണാത്തവരൊക്കെ ചിലപ്പോൾ ഇനി പോയി കണ്ടെന്നും വരാം. കാണരുതേ, അതിൽ നിന്ന് കയറിയവരൊക്കെ നിങ്ങൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോകും, നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും, ഭാവി നശിപ്പിക്കാതിരിക്കൂ, ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള അപരാധത്തരങ്ങൾ കാണിക്കാൻ വേണ്ടി സബ്സ്ക്രിപ്ഷൻ ചെയ്ത് കാശുണ്ടാക്കി തുണിയഴിച്ച് കാണിക്കുന്ന ഇതുപോലുള്ള അപരാധത്തരം കാണിക്കുന്നവളെയൊക്കെ ഒരിക്കലും നിലനിർത്തരുതെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നവരാണ് ഇവരെ വളർച്ചയ്ക്ക് ഏക കാരണക്കാർ. ലക്ഷങ്ങളും കോടികളും മാസം സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന ഇവരെ പോലുള്ള കുടുംബത്തിൽ നല്ല രീതിക്ക് കൊണ്ടുവന്ന വീട്ടമ്മമാരാണ് ഈ രംഗത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇത് ഇനിയും തുടരും, പലവരും ഇനിയും വരും ഈ രംഗത്തേക്ക്. കാരണം കാശ്. ശരീരമനങ്ങാതെ റൂം അടച്ച് ഒരു ഫോണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എടുത്ത് ഓപ്പൺ ചെയ്ത്, ഒരു ക്യാമറ എടുത്ത് ഓപ്പൺ ചെയ്ത് വെച്ച് സ്വന്തം ഭർത്താവ് കാണേണ്ട ശരീരവും തുണികൾ മാറ്റി മറ്റുള്ളവരൊക്കെ തുറന്ന് കാണിച്ചു കൊടുത്ത് കാശുണ്ടാക്കുന്ന ഇതുപോലുള്ള അപരാധിത്തരങ്ങൾ കാണിക്കുന്ന യവൾമാരെയൊക്കെ ഇത് നിർത്തണം. പ്രോത്സാഹനം കൊടുക്കരുത് ഒരാൾ പോലും. നോക്കിയേ എന്തൊക്കെ രീതിയിലാണ് അവർ വീഡിയോ ചെയ്തിരിക്കുന്നത്. ആ അക്കൗണ്ടിൽ കാണുന്ന വീഡിയോസിലാണ് ഏതൊക്കെ രീതിയിലാണ് അവർ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഒരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങളവരെ സപ്പോർട്ട് ചെയ്യരുത്. നിങ്ങൾ കുറേ പേരെങ്കിലും സപ്പോർട്ട് ചെയ്യാതാകുമ്പോൾ ഇവർ തന്നെ നിർത്തും. ഇവർക്കൊക്കെ നാളെ സമൂഹത്തിന് ഇറങ്ങി നടക്കാൻ പറ്റാത്തവരായി. ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ദേവാലയങ്ങളിലോ എവിടെയെങ്കിലും ഇവർ തല ഉയർത്തി നിന്ന് നിൽക്കാൻ കഴിയുമോ? ഒരു ദൈവത്തിൻ്റെ മുന്നിൽ തന്നെ ചെന്ന് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അവിടെ തല ഉയർത്തി നിന്നവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? അവിടെ വരുന്ന ആൾക്കാരെല്ലാം ഇവരെ കാണുന്ന രൂപം എന്തായിരിക്കും, രീതി എന്തായിരിക്കും? ഇവർക്കൊക്കെ ഒരു പേര് തന്നെ മുദ്ര കുത്തിയിട്ടുണ്ടാവും. ഇവരെയൊക്കെ രീതികളും കാരണം വെച്ചിട്ട് ഇവരൊക്കെ ഒരു പേര് തന്നെ മുദ്ര കുത്തിയിട്ടുണ്ടാവും. ഇവരെ പേരൊന്നും ഇപ്പോൾ അറിയപ്പെടുന്നില്ലായിരിക്കാം, ഇവരെയൊക്കെ അറിയപ്പെടുന്ന പേര് വേറൊന്നായിരിക്കാം. ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അതൊരു സാധാരണ ഒരു വീട്ടമ്മ നല്ല രീതിയിൽ ഡ്രസ്സ് ധരിച്ച് മാറടമൊക്കെ മറച്ച് തോർത്ത് തുണ്ടൊക്കെ ഇട്ട് നല്ല രീതിക്ക്, വളരെ നല്ല രീതിക്ക് തന്നെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഇന്നിപ്പോൾ മൊത്തം തുണിയഴിച്ച് കാണിച്ച് കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയായി മാറി. അതും ഒരു വീട്ടമ്മയായിരുന്നു. ഇതൊക്കെ കണ്ടും അവരൊക്കെ കിട്ടിയ പ്രോത്സാഹനം കാരണവും അവർക്കുണ്ടാക്കുന്ന കാശുണ്ടാക്കുന്ന രൂപവും ഒക്കെ മനസ്സിലാക്കുന്ന മറ്റു വീട്ടമ്മമാർ, ഇതുപോലുള്ള ആൾക്കാർ ഈ രംഗത്തേക്ക് തിരിച്ചിരിക്കുന്നു. കാരണം എന്താണ്? കാശ്. അളവില്ലാത്ത കാശ് കുന്നുകൂടുമ്പോൾ, മാനം വിറ്റും കാശുണ്ടാക്കി കഴിയുമ്പോൾ ഈ രൂപത്തിലേക്ക് മാറിക്കഴിയുന്നു. എല്ലാ വീട്ടമ്മമാരെയും ഞാൻ പറയുന്നില്ല, ഇതുപോലുള്ള അപരാധങ്ങൾ കാണിക്കുന്നവരെ കാര്യമാണ് പറയുന്നത്. എത്രയോ വീട്ടമ്മമാർ നല്ല സന്തോഷമായിട്ട് കിട്ടുന്നതും ഭർത്താവ് കൊണ്ട് കൊടുക്കുന്ന അത് ഉപ്പും കഞ്ഞിയാണെങ്കിൽ പോലും കുടിച്ച് സന്തോഷമായിട്ട് കഴിയുന്ന എത്രയോ വീട്ടമ്മമാർ നമ്മുടെ ഈ ലോകത്തുണ്ട്, നമ്മുടെ ഈ നാട്ടിലുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും നമുക്ക് പറയാൻ പറ്റില്ല. ഇതുപോലെ നടക്കുന്ന അപരാധത്തരം നടക്കുന്ന പെണ്ണുങ്ങളെ കാര്യം ഞാൻ പറയുന്നത്. അപ്പം ഇതുപോലെ വീഡിയോകൾ ഓപ്പണാക്കി കാണിച്ച്, അതായത് നമ്മൾ പബ്ലിക്കിൽ ഇതുപോലെ വീഡിയോകൾ ഓപ്പണാക്കി കാണിച്ചിട്ട് പറയുന്നത് എന്താണ്? എനിക്ക് സബ്സ്ക്രിപ്ഷൻ ഉണ്ടേ, എക്സ്ക്ലൂസീവായിട്ട് ഇതിലും വലുത് അവിടെ ഞാൻ കാണിക്കുന്നുണ്ട്, നിങ്ങൾ അങ്ങോട്ടങ്ങ് വായോ, 1 മാസത്തേക്ക് സബ്സ്ക്രിപ്ഷൻ എടുക്കൂ, നിങ്ങൾ അങ്ങോട്ട് വരൂ. അവിടെ എന്തോ അങ്ങ് തലമറിക്കുന്ന എന്തോ കാണിക്കുമെന്ന് വെച്ചിട്ട് ഈ കേൾക്കാത്ത ബാധി ഓടിച്ചെന്ന് സബ്സ്ക്രിപ്ഷൻ എടുക്കും, 1 മാസത്തെ പൈസ കൊടുത്ത് അങ്ങ് എടുക്കും, കാണാൻ വേണ്ടി കയറി ചെല്ലും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ വീട്ടിലിരിക്കുന്ന നിങ്ങളുടെ ഭാര്യമാർക്ക് ഉള്ളതല്ലാതെ അതിലെന്താ പ്രത്യേകിച്ച് അവിടെ ഉള്ളത് കാണാൻ? അല്ല, ഇതൊക്കെ ആയിക്കോട്ടെ, നിങ്ങൾ ഈ വീഡിയോ പോയി കണ്ട് നിങ്ങൾക്ക് എന്ത് നേട്ടമുള്ളത് അതിൽ? അവർക്ക് കാശ് കൊടുത്ത് നിങ്ങൾ ഇതുപോലുള്ള ഓൺലൈൻ വഴി ഈ വീഡിയോ കണ്ടിട്ട് എന്ത് നേട്ടമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ? ഈ അപരാധം കാണിക്കുന്നവരെ വളർത്തുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വളമിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ദയവ് ചെയ്ത് നിർത്തൂ. ഇതുപോലെ നല്ല രീതിക്ക് ജീവിക്കുന്ന വീട്ടമ്മമാർ ഇനി ഈ രംഗത്തേക്ക് വരാതിരിക്കട്ടെ.
ഇതുപോലുള്ള അപരാധങ്ങൾ നിർത്താൻ വേണ്ടി നമ്മൾ കൂടെ തിറങ്ങുക, ശ്രമിക്കുക. കുറച്ച് വീഡിയോയിലൂടെ കാണാം. നാല് ചുവരുകൾക്കുള്ളിൽ ഒരു ഷവറിൻ്റെ കീഴെ നിന്ന് കുളിക്കുന്ന സ്ത്രീ. ഡോറും അടച്ച് ഭദ്രമായിട്ട് 4 ചുവരുകൾക്കുള്ളിൽ വാഷ്റൂമിനകത്ത് കയറി കുളിക്കുന്നൊരു സ്ത്രീയാണ്. അവിടെ പോയി വീഡിയോ എടുക്കേണ്ട ആവശ്യമുണ്ടോ അവർക്ക്? അപ്പോൾ അതൊരു കണ്ടൻ്റാണ് അവർക്ക്. കുളിക്കുന്ന വീഡിയോ എടുത്ത് ശരീരഭാഗങ്ങൾ കാണിച്ച്, വെള്ളം തലയിൽ കൂടെ വീഴുന്ന കാണിച്ച്, അവിടെ ഇവിടെയും വെള്ളം നനഞ്ഞത് കാണിച്ച്, ഇതൊക്കെ കണ്ടൻ്റാക്കി മാറ്റി അതിനെ പബ്ലിക്കിലേക്ക് അയച്ച് കാശുണ്ടാക്കും. ഇനി ഇത് ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ഇതുകൂടെ ഒന്ന് കണ്ടു. നാട്ടിലെന്താ തുണിക്ക് ലഭ്യത കുറവാണോ? അതെ, ഭർത്താക്കന്മാർ കാശ് എടുത്ത് തുണി വാങ്ങിക്കൊടുക്കാത്തതുകൊണ്ടാണോ? ഉപയോഗിക്കേണ്ട ഡ്രസ്സുകൾ, സ്ത്രീകൾ ഉപയോഗിക്കേണ്ട ഡ്രസ്സുകൾ അത് പ്രോപ്പറായിട്ട് ഉപയോഗിച്ച് നല്ല രീതിക്ക് നടക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രശ്നങ്ങളുമില്ല. പീഡനങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു. ഇതുപോലെ നിങ്ങൾ ഓരോന്നോരോന്ന് കാണിച്ച് ആൾക്കാരെ പ്രകോപിതരാക്കുകയും പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത് നിങ്ങൾ സ്ത്രീകൾ തന്നെയാണ്. ഇതുപോലുള്ള സ്ത്രീകൾ നോക്കിയേ, ഒരു ഡ്രസ്സ് ധരിച്ച് മര്യാദയ്ക്കുള്ള ഡ്രസ്സാണ് ധരിക്കുന്നതെങ്കിൽ പ്രശ്നമില്ല. ഇത് കാണിക്കാൻ വേണ്ടി, അത് കാണണമെന്ന ആഗ്രഹത്തിൽ, ഇത് എൻ്റെ ഈ ഭാഗങ്ങൾ അവർ കാണണമെന്ന ആഗ്രഹത്തിൽ തുറന്ന് കാണിക്കുന്നതിന് പകരം എന്നാ കണ്ടോ എന്ന് പറിച്ചിട്ട് പെരുക്കി നല്ല രീതിക്ക് നിന്ന് ആൾക്കാരെ കാണിച്ച് കാശുണ്ടാക്കാൻ വേണ്ടി അപരാധം കാണിക്കുന്ന ഇതുപോലുള്ള കാമക്കാടി മൂത്ത് കിടക്കണമെങ്കിൽ വേറെ വല്ല പണിക്ക് പോകണം. നാട്ടുകാരെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങരുത്. ഞാനിത് ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഇത് മുന്നോട്ട് എൻ്റെ വീഡിയോ കണ്ടെന്ന് നിങ്ങൾ നന്നാവുമെന്നൊന്നും എനിക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിൽ അപരാധത്തരം കാണിക്കുന്ന, അത് മലയാളിയായാലും ശരി മറ്റുള്ളവരായാലും ശരി, ഇത് സോഷ്യൽ മീഡിയയിൽ അപരാധത്തരം കാണിച്ച് കാശുണ്ടാക്കുന്നവരെ ഞാൻ ഇതുപോലെയൊക്കെ വീഡിയോ ആയിട്ട് പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ പറയും നിൻ്റെ കണ്ടന്റ് അല്ലേ, നീ കാശുണ്ടാക്കാനല്ലേ ഇത്. ഈ അപരാധത്തരങ്ങൾ കാണിച്ച് സമൂഹത്തിനെ നശിപ്പിക്കുന്നവരെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു. അതാണ് എൻ്റെ ലക്ഷ്യം. ഞാനത് തുറന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എല്ലാ വിഷയങ്ങളും എടുക്കുന്നുണ്ട്, എല്ലാ വിഷയങ്ങളിലും ഞാൻ നോക്കുന്നുണ്ട്. ഇതുപോലുള്ള വീഡിയോ ചെയ്യുന്ന പല ആൾക്കാരും ഈ സമൂഹത്തിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പല രീതിക്കും ഞാൻ പറഞ്ഞതുപോലെ തന്നെ, മുന്നേ പറഞ്ഞ പോലെ തന്നെ വീട്ടമ്മമാർ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന വീട്ടമ്മമാരാണ്. നല്ല രീതിക്ക് ജീവിച്ചുകൊണ്ടിരുന്ന വീട്ടമ്മമാരാണ് ഇപ്പോൾ ഈ രംഗത്തിലേക്ക് തിരിച്ചിരിക്കുന്നത്. ശരീരമനങ്ങാതെ വീട്ടിലിരുന്ന് തന്നെ കാശുണ്ടാക്കാമെന്നുള്ള സോഷ്യൽ മീഡിയ വഴി, അതായത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിന് വേണ്ടി മാത്രം മാറ്റിയിരിക്കുകയാണ്. ഇതുപോലുള്ള വീഡിയോകൾ ചെയ്ത് കാശുണ്ടാക്കാമെന്നുള്ളൊരു ചിന്തയായി മാറിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഇതിൻ്റെ അപ്പുറം എത്രത്തോളം സ്ത്രീകൾ വരുന്നുണ്ടെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഭർത്താക്കന്മാരുള്ളതും ഭർത്താക്കന്മാരില്ലാത്തതും ആയ സ്ത്രീകളും ഉണ്ട് ഈ രംഗത്ത്. ഭർത്താക്കന്മാരെ സപ്പോർട്ട് ചെയ്യുന്നതും എന്തിനേറെ കുടുംബം വരെ സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകൾ വരെ ഈ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. സ്വന്തം അച്ഛൻ അമ്മ വരെ സപ്പോർട്ട് ചെയ്ത് ഈ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അമ്മാവൻ സപ്പോർട്ട് ചെയ്ത് ഒരെണ്ണം വന്നിട്ടുണ്ട്. ഒരുപാട് ഫേമസായി നല്ല രീതിക്ക് കാശുകൾ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് രൂപ വരുമാനം മാസം തോറും വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചാനലുണ്ട്.
അമ്മാവനും മോളുമൊക്കെ നല്ല രീതിക്ക് ചേഷാറിയൊക്കെ സപ്പോർട്ട്, അമ്മാവൻ ചേഷാറിക്ക് സപ്പോർട്ട് ചെയ്ത് കാണിക്കുന്ന നല്ല രീതിക്കുള്ള വീഡിയോകളും അല്ലാത്ത വീഡിയോകളുമായിട്ട് കോടിക്കണക്കിന് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചാനലുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. അത് തുടർച്ച വരുന്നുണ്ടായിരിക്കും, ഉടനെ തന്നെ ഉണ്ടാവും അത്. അതുപോലെ ചെയ്യുന്ന ഒരുപാട് വീഡിയോ, അത് ഞാൻ പറഞ്ഞത് ശരീരം വിറ്റ് കാശുണ്ടാക്കാമെന്നുള്ള ട്രെൻഡിലേക്ക് മാറിയിരിക്കുന്നു. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനി മുന്നോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് ഇതിലും വലുത്. മാളത്തിലിരുന്നതൊന്നുമല്ല, മാളത്തിനകത്ത് പുറത്തിറങ്ങുന്നത് ഇതിലും വലുതായിരിക്കും. ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത് പ്രളയമൊന്നുമല്ല, പക്ക അപരാധങ്ങളായിരിക്കും. ഇൻസ്റ്റഗ്രാമിലും ഈ സബ്സ്ക്രിപ്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫലങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇത് തന്നെയായിരിക്കും ഇനി. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.